സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ 10 മാർഗങ്ങൾ. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജോലി ഇല്ലെങ്കിലും എന്റെ ചിലവുകൾ നടക്കണമെന്ന്. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ധനികരാവുക എന്നതല്ല അതിന്റെ അർത്ഥം. പണം നിങ്ങളെ നിയന്ത്രിക്കാതെ നിങ്ങൾ പണത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ സാമ്പത്തികമായി ശക്തരാകാൻ സഹായിക്കുന്ന 10 പ്രധാന മാർഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യം നിശ്ചയിക്കുക. എന്തിനാണ് നിങ്ങൾ പണം സമ്പാദിക്കുന്നത്? വീട് വാങ്ങാനോ, കടം തീർക്കാനോ, നേരത്തെ വിരമിക്കാനോ? ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. അതുപോലെ സാമ്പത്തിക ജീവിതവും വ്യക്തമായ ലക്ഷ്യം വേണം. ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവുകൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ വരുമാനം എത്രയാണ്, ചിലവ് എത്രയാണ്? ഓരോ മാസവും എല്ലാ ചിലവുകളും രേഖപ്പെടുത്തുക. ചെറിയ ചിലവുകൾ പോലും വർഷാവസാനം വലിയ തുകയായി മാറും. ആദ്യം സേവ് ചെയ്യുക. പലരും ചെയ്യുന്നത് ചിലവഴിക്കുന്നതിന് ശേഷം ബാക്കിയുള്ളത് സേവ് ചെയ്യുകയാണ്. പക്ഷേ സാമ്പത്തികമായി വിജയിക്കുന്നവർ ആദ്യം സേവ് ചെയ്യുന്നു, അതിനുശേഷമാണ് ചെലവുകൾ. വരുമാനത്തിന്റെ കുറഞ്ഞത് 20% മാറ്റിവെക്കാൻ ശ്രമിക്കുക. എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. അപ്രത്യക്ഷമായി ജോലി നഷ്ടപ്പെട്ടാലോ ആശുപത്രി ചിലവ് വന്നാലോ അത്തരം സാഹചര്യങ്ങൾ കടം വാങ്ങേണ്ടി വരാതിരിക്കാൻ 3 മുതൽ 6 മാസം വരെയുള്ള ചിലവിന് തുല്യമായ തുക എമർജൻസി ഫണ്ടായി സൂക്ഷിക്കുക. കടങ്ങൾ കുറയ്ക്കുക. പ്രത്യേകിച്ച് ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ. നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം പലിശയായി പോകുന്നുണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ ദൂരെയായിരിക്കും. നിക്ഷേപം തുടങ്ങുക. സേവിംഗ് മാത്രം പോരാ, പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ നിക്ഷേപം ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് റിസ്ക് സ്വീകരിക്കുന്ന ശേഷിക്കും അനുയോജ്യമായ നിക്ഷേപ മാർഗങ്ങൾ പഠിച്ചതിന് ശേഷം ആരംഭിക്കുക. ദീർഘകാല കാഴ്ചപ്പാട് ഏറ്റവും പ്രധാനമാണ്. വരുമാനം വർദ്ധിപ്പിക്കുക. ഒരു വരുമാനം മാത്രം ആശ്രയിക്കുന്നത് അപകടമാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് അധിക വരുമാനം കണ്ടെത്തുക. ഓൺലൈൻ സേവനങ്ങൾ, ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വരുമാനം നേടാൻ ശ്രമിക്കാം. സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കുക. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുക. ബഡ്ജറ്റ്, നിക്ഷേപം, നികുതി, ഇൻഷുറൻസ് തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. അനാവശ്യ ജീവിതശൈലി ഒഴിവാക്കുക. മറ്റുള്ളവരെ കാണിക്കാനായി ജീവിക്കരുത്. വില കൂടിയ ഫോൺ അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുന്നതിന് മുൻപ് അത് യഥാർത്ഥത്തിൽ ആവശ്യമാണോ എന്ന് ചിന്തിക്കുക. പണം ചെലവാക്കുന്നതിലും പണം വളർത്തുന്നതിലുമാണ് ശ്രദ്ധ നൽകേണ്ടത്. ക്ഷമയും സ്ഥിരതയും പുലർത്തുക. സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു ദിവസം കൊണ്ട് ലഭിക്കില്ല. ചെറിയ ശീലങ്ങൾ വർഷങ്ങളോളം തുടരുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സ്ഥിരമായി സേവ ചെയ്യുകയും പഠിക്കുകയും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ ലക്ഷ്യത്തിലെത്താൻ കഴിയും. സാമ്പത്തിക സ്വാതന്ത്ര്യം ഭാഗ്യം കൊണ്ടല്ല ലഭിക്കുന്നത്. ശരിയായ തീരുമാനങ്ങൾ, നിയന്ത്രിത ചെലവുകൾ, സ്ഥിരമായ സേവിംഗ്, ബുദ്ധിപരമായ നിക്ഷേപം, തുടർച്ചയായ പഠനം എന്നിവയാണ് അതിലേക്കുള്ള വഴി. ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം ആരംഭിക്കുക. ഭാവിയിൽ നിങ്ങൾ അതിന് നന്ദി പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കൂ. സാമ്പത്തികവും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.